അങ്ങനെയുള്ള ഭൂമിയെ പണ്ട് തന്നെ പവിത്രതയുള്ളതാണ് എന്ന് ഖുർആനിലൂടെ സ്ഥാപിക്കപ്പെട്ട ഭൂമിയെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഹറമായി ഇവിടെ പ്രഖ്യാപിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന ഇബ്രാഹീമ ഹറമ മക്കത വദഅ ലഹാ. ഇബ്രാഹിം മക്കയെ ഹറമാക്കി പവിത്രതയുള്ള ഭൂമിയാക്കി മാറ്റുകയും അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നതാണ് നാം കേൾക്കാൻ പോകുന്നത്. എവിടെ? ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹു യൗമ ഖലഖസ് സമാവാതി വൽ അർള ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ. ഈ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുകയാണ്. എന്താ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ളതാക്കി മാറ്റി. മനസ്സിലായില്ലേ? ഈ ഭൂമിയെ അള്ളാഹു പവിത്രതയുള്ളതാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ വരുന്ന വ്യക്തിയുടെ പേര് തന്നെ മുഹരിമി എന്നാണ്. എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ളവൻ. ധരിക്കുന്ന ഡ്രസ്സിന്റെ പേരോ ഇഹ്റാം, പവിത്രതയുള്ള ഡ്രസ്സ്. വരുന്ന ഭൂമിയോ ഹറം, പവിത്രതയുള്ളതായ സ്ഥലം. ഹജ്ജിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്ന മാസങ്ങളോ മുഹറമാത്തുകളായ മാസങ്ങൾ. ദിൽ ഖഅദ, ദിൽ ഹിജ്ജ, മുഹറം, ഈ 3 മാസങ്ങൾ അള്ളാഹ് പറയുന്നു, ഞാൻ സൃഷ്ടിച്ച ലോകത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചേടം മുതൽ 12 മാസമാണ് ഒരു കൊല്ലത്തിന് എൻ്റെ നിയമം. അതിൽ 4 മാസം പവിത്രതയുള്ളതാണ്. ആ 4 മാസത്തിൽ നിന്നിട്ട് 3 മാസങ്ങളിലൂടെയാണ് ഹജ്ജ് നടക്കുന്നത്. ദിൽ ഖഅദ, ദിൽ ഹിജ്ജ, മുഹറം. മനസ്സിലായില്ലേ? അതും പവിത്രതയുള്ള മാസങ്ങൾ. ഞാൻ എൻ്റെ ശൈലിയിൽ പറയാറുണ്ട്, പൻസാരക്കുന്നിൻ്റെ മുകളിൽ തേൻമഴ വർഷിച്ചതുപോലെ പവിത്രതയിൽ പവിത്രത. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഭൂമിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഭൂമിയെ പവിത്രതയുള്ളതാക്കി പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെക്കുറിച്ച് റസൂല് പറയുന്നു, ഇബ്രാഹിമാണ് അത് പ്രഖ്യാപിച്ചത് എന്ന്. ഈ നാട്ടിലേക്ക് വന്നിട്ട് കഅബത്തെ കെട്ടിയ ഇബ്രാഹിം ഉണ്ടല്ലോ, ഇസ്മായിലോടുകൂടി. ഇസ്മായിലിന് പ്രായം തികഞ്ഞ ശേഷം ബാല്യപ്രായത്തിലേക്ക് അടുത്തപ്പോൾ പറഞ്ഞു, മകനെ, ആദ്യം അറക്കാനൊക്കെ ആവശ്യപ്പെട്ടത് പറഞ്ഞതൊക്കെ നീണ്ട കഥയാണ്. നമുക്ക് കഅബം കെട്ടാൻ വേണ്ടി പറഞ്ഞത് പറയാം. എന്നോട് അള്ള ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. മകൻ കേട്ട മാത്രയിൽ പറഞ്ഞു, അള്ള എന്ത് കൽപ്പിച്ചത് നിങ്ങൾ ചെയ്തോളി, ഞാൻ നിങ്ങളോട് സഹകരിക്കാം. അതിൽ നിങ്ങൾ എന്തിന് പ്രയാസപ്പെടുന്നു വാപ്പാ? ആദ്യത്തെ പറച്ചിലെന്തായിരുന്നു? നിന്നെ അറക്കാൻ പറഞ്ഞെന്നാ പറഞ്ഞത്. അത് അംഗീകരിച്ച കുട്ടിക്ക് ഇത് പറയാൻ പ്രയാസമില്ലല്ലോ. എന്താണ് വാപ്പ പറഞ്ഞത്? ചെയ്തോളി എന്നാണ് പറഞ്ഞത്. ഒന്നുമില്ല, പണ്ടത്തെ പോലെ പ്രയാസമുള്ളതല്ല. അറവിനോട് തുല്യതയുള്ളതായ പരീക്ഷണമല്ല, ഇതും പരീക്ഷണം തന്നെയാണ്. ഇവിടെ കഅബം കെട്ടണം, ഞാനും നീയും കൂടി അള്ളാഹുവിൻ്റെ വീട് കെട്ടണമെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ 2 വ്യക്തിത്വം ഇന്നത്തെ രൂപത്തിലുള്ളതായ യന്ത്രങ്ങളോ ഇന്നത്തെ രൂപത്തിലുള്ളതായ സൗകര്യങ്ങളോ മാധ്യമങ്ങളോ ഇല്ലാത്തതായ 4000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ദൂരെ നിന്ന് അകലെ നിന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് വളരെ ഭീമമായ കല്ലുകൾ വെട്ടിക്കൊണ്ടുവരുന്നു 2 പേർ. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം മഖാമു ഇബ്രാഹിമി എന്ന കല്ലിൻ്റെ മീതെ കയറുന്നു. 9 മുഴം നീളം, 9 മുഴം നീളമാണ് അന്ന് അവർ കെട്ടിയതായ കഅബത്തിന്. മഖാം ഇബ്രാഹിമിൻ്റെ മീതെ കയറിയിട്ട് എല്ലാ സൈഡിലും ഓരോ ഭാഗം അവസാനിക്കുമ്പോൾ മറ്റു ഭാഗത്തിൽ കറങ്ങി ഇസ്മായിലിൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്യുന്നു? കല്ലേൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം ആ കഅബത്തിനെ മകനോടൊപ്പം കെട്ടി പൂർത്തിയാക്കിയ ശേഷം അതേ കല്ലിൻ്റെ മീതെ വെച്ചിട്ടാണ് പിന്നെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി നിങ്ങൾ ബാങ്ക് വിളിക്കൂ, അനൗൺസ് ചെയ്യൂ എന്ന കൽപ്പന വരുന്നത്. ആ സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിൽ അങ്ങനെ, ആലമുൽ അർവാഹിലുള്ളവരാണെങ്കിൽ അങ്ങനെ, മാതാക്കളുടെ പള്ളയിലുള്ളവരാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ പിതാക്കളുടെ മുതുവിലുള്ളവരാണെങ്കിൽ അങ്ങനെ, വരാൻ തീരുമാനിച്ചവരെല്ലാം അത് കേൾക്കുന്നു. കേട്ടവരിൽ നിന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഅബം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്, ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഹജ്ജ് ചെയ്ത് വന്നു പോയവരാരുണ്ടോ അവരിൽ നിന്നിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതെ,
ഈ വിശുദ്ധ കാബ ഉൾക്കൊള്ളുന്നതായ നാട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമിയെ സൃഷ്ടിച്ചിടം മുതൽ പവിത്രതയുള്ള ഭൂമിയാക്കി മാറ്റി എന്നാണ് കേട്ടത്. ഏതുവരെ? ഖിയാമത്ത് നാൾ വരേക്കും പവിത്രതയുള്ള ഭൂമിയാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അല്പസമയം മാത്രം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് കൺസെഷൻ നൽകിയിരുന്നു. അതപ്പോഴാണ് മക്ക റിപ്പബ്ലിക്ക് നടന്ന ദിവസത്തിൽ മാത്രം. സമയമുണ്ടെങ്കിൽ കേൾക്കാൻ പോകുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ പ്രത്യേകതയും ഈ ഭൂമിയിലുള്ള വീട്ടിൻ്റെ അഥവാ കാബയുടെയും മക്കയുടെയും പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പലയിടങ്ങളിൽ സത്യവചനത്തിന് വേണ്ടി അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഒത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അമീനായ വീട്ടിനെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യവചനത്തിന് ഉപയോഗിക്കൽ പ്രധാനപ്പെട്ട സാധനത്തെയാണ്. അതിൽ ബലദുൽ അമീനെ ഉൾക്കൊള്ളിച്ചു. അമീൻ എന്ന് പറഞ്ഞാൽ പവിത്രതയുള്ള, അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള, അല്ലെങ്കിൽ ആമിനായ, പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന, ഭയമില്ലാതെ രൂപത്തിൽ നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന നാട്. പണ്ട് തന്നെ അങ്ങനെയായിരുന്നു, എന്നും അങ്ങനെയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു ആ പവിത്രത ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇന്ന് വരെ നാം ആ പവിത്രത കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട്ടിനെ പിടിച്ചുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുകയാണെന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് ഉപയോഗിക്കുന്നു റബ്ബുൽ ഇസ്സത്ത് സത്യവചനത്തിനായിട്ട്. ഈ നാട്ടിനെ പ്രത്യേകത മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. അള്ളാഹു സത്യവചനത്തിന് വേണ്ടി ഈ വിശുദ്ധ ഭൂമി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. ഈ നാട്ടിനെ പവിത്രതയുള്ള നാടാക്കിയിട്ട്, ആമിനായ സുരക്ഷിതത്വമുള്ള നാടാക്കിയിട്ട് നീ മാറ്റേണമേ രക്ഷിതാവേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുന്നു. നാം നേരത്തെ ഓതിയതായ ആയത്തിൽ റബ്ബനാ ലിയുഖീമുസ്സലാ ഫജ്അൽ അഫിദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്ത്, അവർക്ക് ഉൽപ്പന്നങ്ങൾ നൽകണമെന്ന് പറഞ്ഞ ശേഷം ലഅല്ലഹും യഷ്കുറൂൻ, അത് വളരെ മുഖ്യമാണ്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ നന്ദി ചെയ്യാൻ വേണ്ടി. നാം നന്ദി ചെയ്യാറുണ്ടോ? നന്ദി ചെയ്തിട്ടുണ്ടോ? ഹജ്ജിന് വന്നവർ ഹജ്ജിനുള്ള തൗഫീഖ് നൽകിയില്ലേ? കാബം കാണാൻ സാധിച്ചില്ലേ? കാബത്തിനെ കറങ്ങിയിട്ട് തവാഫ് ചെയ്യാൻ സാധിച്ചില്ലേ? കാബത്തിൻ്റെ പരിസരത്തുള്ളതായ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ട് അള്ളാഹിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് നൽകിയില്ലേ എന്നതോർത്തിട്ട് ഭാവി ജീവിതം ഹജ്ജിന് വന്നവർ മക്കീകരിക്കാൻ, ഹാജീകരിക്കാൻ പരിശ്രമിക്കാറുണ്ടോ? അവിടെയാണ് ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന പദം ഫിറ്റാക്കിയവരായി നാം മാറുകയുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ നാട്ടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച ആദരിച്ച പ്രധാന ഭാഗത്തിൽപ്പെട്ടതാണ്. ആ നാട്ടിൽ വെച്ചിട്ട് ലോകനേതാക്കളുടെ നേതാവായ ഖാതമുൻ നബിയ്യീനായ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇവിടെ നിയോഗിച്ചു എന്നത്. റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥന, ഇബ്രാഹിം പണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ലോകത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം മനസ്സിലാക്കി വരുന്നതാണ്. അള്ളാഹു നൽകിയതായ ആ പ്രത്യേകതയെക്കുറിച്ച്, ഇവിടെയുള്ളതായ ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഇവിടെയുള്ളതായ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ, ഹജ്ജിലൂടെയും ഉംറയിലൂടെയും തീർത്ഥാടകന്മാരിലൂടെയും ഉണ്ടാകുന്നതായ ആ പ്രത്യേക തഅമീർ, ആ പ്രത്യേക ബഹുമതി, അതെല്ലാം ലോകം അതെല്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയാണ് എന്നത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതുമാണ്.
അതുപോലെ ഇബ്രാഹിം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഇവിടെ ഒരു ദൂതരെ നീ നിയോഗിക്കണം. എങ്ങനെയുള്ള ദൂതരാണ്? ഇവർക്ക് പഠിപ്പിക്കുന്ന ആളായി മാറണം. ഇവിടെ ജീവിക്കുന്നവർക്ക് കിതാബ്, നിന്റെ ഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നവരായി മാറണം. ഇവിടെ ജീവിക്കുന്നവർക്ക് പരിഷ്കരണം നൽകുന്ന ആളായി മാറണം. തസ്കിയത്ത് നൽകുന്ന ആളായി മാറണം. ഹിക്മത്തും കിതാബും പഠിപ്പിക്കുന്ന ആളായി മാറണം എന്ന് ഇബ്രാഹിം നബി പണ്ട് പ്രാർത്ഥിച്ചു. അതും പുലർന്നു. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു ഈ നാട്ടിൽ വെച്ചിട്ടാണ് ഭുജാതനാക്കിയത്. ഇവിടെ വെച്ചിട്ടാണ് 13 വർഷം ദഅവത്ത് ആദ്യമായി നടത്തിയത്. ശേഷമാണ് പിന്നെ മദീനയിലേക്ക് ഇവിടെ നിന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഹിജ്റ പോയത്. അവർ കൊണ്ടുവന്ന തൗഹീദിന് വിലങ്ങുതടിയായി ഈ നാട്ടുകാർ മാറിയത് കൊണ്ടാണ് ആ പോയത് എന്ന് റസൂൽ തന്നെ പറഞ്ഞിരുന്നു. പോയ വേളയിൽ അത് ചർച്ചയിൽ വരികയാണെങ്കിൽ പറയാം. അതെ, അതുപോലെ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞ വാക്കെന്താണ്? വഇദ് ബവഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈതി അല്ലാ തുശ്രിക് ബി ശൈഅ വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന. തവാഫ് ചെയ്യുന്നവർക്ക്, നമസ്കരിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് വേണം? എൻ്റെ വീട്ടിനെ ശുദ്ധിയാക്കണം. വതഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്കഇ സുജൂദ്. റുക്കൂഅ് ചെയ്യുന്നവർക്ക് വേണ്ടിയും സുജൂദ് ചെയ്യുന്നവർക്ക് വേണ്ടിയും പിന്നെയാണ് നിങ്ങൾ ഹജ്ജിന് വേണ്ടി അവരെ ക്ഷണിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചാൽ ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും ഈ പുണ്യഗേഹത്തിലേക്ക് അവർ കൂട്ടം കൂട്ടമായി തടിച്ചു വരുന്നതാണ്. വാഹനം കയറിയവരായിട്ടും നടന്നവരായിട്ടും പല ശൈലിയിലും. ഇതെല്ലാം കണ്ടു. ഖുർആനിൻ്റെ ഇജാസാണ് നാം കാണുന്നതിൻ്റെ ഇടക്ക്. അതിനിടക്ക് നാം പഠിക്കുന്നു ഖുർആനിൻ്റെ ഇജാസ്, മാനുഷികത്വ കഴിവ്. ഖുർആനിൽ പറഞ്ഞതെല്ലാം ഇവിടെ പുലർന്ന് നാം കാണുകയാണ്, ശരിക്കും അനുഭവപ്പെടുകയാണ്, അനുഭവിച്ച് നാം ആസ്വദിക്കുകയാണ്. എന്നിട്ട് പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് പലരിലും അത് കയറാറില്ല, പ്രവർത്തനത്തിലൂടെ കയറാറില്ല, എഫക്റ്റ് ഉണ്ടാവാറില്ല, പരിവർത്തനമുണ്ടാവാറില്ല. മക്കയിൽ ജീവിക്കുന്നവരിലും അതുപോലെ തന്നെ മക്കയിൽ വന്നിട്ട് പോയവരിലും ഹജ്ജ് ചെയ്തവരിലും ഉംറ ചെയ്തവരിലും എല്ലാം ഈ എഫക്റ്റ് ഉണ്ടാവണമെന്ന, ഈ പരിവർത്തനം ഉണ്ടാവണമെന്ന നിർബന്ധം അല്ലാഹുള്ളത് കൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിമിനോട് പറഞ്ഞത്, നിങ്ങൾ അവരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ലോകത്തിന് നാനാ തുറകളിൽ നിന്നിട്ടും മുക്കിൽ നിന്നിട്ടും മൂലയിൽ നിന്നിട്ടും കൂട്ടം കൂട്ടമായി അവരിവിടെ നടന്നിട്ടും വാഹനം കയറിയവരായിട്ടും എത്തും. എന്തിനാണ് ഇബ്രാഹിമേ? ലിയശ്ഹദൂ മനാഫിഅ ലഹും. അവരുടെ ഇവിടെ വരുന്നവരുടെ മനാഫിഅകൾ, നേട്ടങ്ങൾ, സമ്പാദ്യങ്ങൾ കണ്ട് സമ്പാദിച്ച് പഠിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടി. അപ്പോൾ നാം കഥ കേട്ട് കഴിഞ്ഞാൽ, പിന്നെ മക്ക കണ്ടു കഴിഞ്ഞാൽ, പുണ്യഭൂമി കണ്ടു കഴിഞ്ഞാൽ, ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ, ഉംറ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ ലിയശ്ഹദൂ മനാഫിഅ ലഹും, അത് കണ്ട് അതിന് ദൃസാക്ഷിയായിട്ട് മനാഫികൾ നേടണം. സൂറത്തുൽ ബഖറയിൽ സമ്പാദിക്കുക, വതസവ്വദൂ, നിങ്ങൾ സമ്പാദിക്കുക എന്ന് ഹാജിമാരോട് പ്രത്യേകം കൽപ്പനയും വരുന്നു.